എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. ഒരാളും ദുഃഖം ആഗ്രഹിക്കില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷം കിട്ടാനല്ലേ. കുറച്ച് ദുഃഖം കിട്ടണമെന്ന് സംസാരിക്കുമോ? ഇല്ല. ആരാധ്യരായ പ്രേക്ഷകർ ഇതിപ്പോൾ കേൾക്കുമ്പോഴോ കുറച്ച് ദുഃഖിച്ചളെ. അപ്പോൾ പി ആർ നായൻ്റെ യൂട്യൂബ് പ്രഭാഷണം കേൾക്കാമെന്ന് ഒരാൾ ചിന്തിക്കില്ല. സന്തോഷം കിട്ടലാണ് ലക്ഷ്യം. സിഗരറ്റ് വലിക്കുന്നതോ സന്തോഷം കിട്ടാൻ, മദ്യപിക്കുന്നതോ സന്തോഷം കിട്ടാൻ, വേറെ ആളുടെ കരണക്കുറ്റിക്ക് 2 കൊടുക്കുന്നതോ അവൻ്റെ കരണക്കുറ്റിക്ക് 2 കൊടുത്താലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അടിക്കുന്നത്. പക്ഷേ സന്തോഷം കിട്ടുന്നുണ്ടോ? സന്തോഷം കിട്ടാനപ്പോൾ ഇതൊക്കെ ചെയ്ത്. സിനിമ കണ്ട് സന്തോഷം കിട്ടാൻ, ലഹരി വസ്തുക്കൾ സന്തോഷം കിട്ടാൻ. എന്നിട്ട് സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലേ പിന്നെയും വേറെ മാർഗങ്ങൾ ആരായുന്നത്. ഒരു തവണ ഒരു ചാനലിൽ ഒരു അനൗൺസർ ചോദിച്ചു, 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ തരുന്നു, സന്തോഷിച്ചോളൂ എന്നും പറഞ്ഞിട്ട്. പൈസ കൊണ്ടിട്ട് ബാങ്കിൽ ഇടരുത്. ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യും? ബാങ്കിൽ ഇടരുത്. വീട്ടിൽ വെക്കുമ്പോഴും ഇത്ര ഉറുപ്പ്യൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ വല്ല കള്ളന്മാരും കൊണ്ടുപോകും. ബാങ്കിലിടാതെ ഈ കാശ് വെച്ച് എങ്ങനെ സന്തോഷിക്കും? ലഹരി വസ്തുക്കൾ വാങ്ങേ ഇതിന് മുഴുവനോ? എന്നിട്ടത് സന്തോഷമാവില്ലോ. കുറച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു വീണിട്ട് ബുദ്ധി ഇല്ലാതെയാവില്ലേ? ഒരു കാര്യം ചിന്തിക്കുമോ? 1 കോടി ഉറുപ്പ്യയുടെ കയ്യിൽ വന്നാൽ അതും വെച്ച് സന്തോഷിക്കാൻ പറ്റില്ല. ഒരു സാധനവും വാങ്ങി കഴിക്കാൻ പറ്റില്ല. കാരണം സന്തോഷം എന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, ബൈ പ്രൊഡക്റ്റാണ്. എൻ്റെ ഭാഷയാണ്. എന്താ ഈ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? എത്രയോ കൊല്ലം കഥകളി പഠിച്ചു. കഥകളി പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. വേഷം കിട്ടാൻ എത്രയോ മണിക്കൂറുകൾ. പയ്യന്നൂരാണ് കഥകളി അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് അതിൻ്റെ പരിപാടി ഉദ്ഘാടനത്തിന് കോഴിക്കോട് നിന്ന് എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ ചെന്ന് അണിയറയിൽ എത്തിയപ്പോൾ വേഷം കിട്ടിയവർ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറയാണ്, സാറ് കോഴിക്കോട് നിന്ന് എപ്പോൾ പുറപ്പെട്ടു? ഞാൻ പറഞ്ഞ സമയം പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ഇവിടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി എൻ്റെ പ്രഭാഷണവും അതിൻ്റെ നന്ദി പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കഥകളി ഇറങ്ങുമ്പോൾ നേരത്തെയാവും. എത്ര കൊല്ലത്തെ പഠിത്താണിത്. പക്ഷെ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞൊരു പോയിന്റാണ്, അതങ്ങോട്ട് അവതരിപ്പിക്കുമ്പോണ്ടാവുന്ന സന്തോഷത്തിന് ഇത്ര പണിയെടുക്കണം. രാവിലെ ഉഴുന്നുമരിയൊക്കെ വെള്ളത്തിലിട്ട് അരി ആട്ടി വെച്ച് സ്കൂൾ വിട്ട് വന്ന മകൻ അങ്ങനെ ചെരുപ്പാട് വലിച്ചു വെച്ചിട്ട്, അമ്മയെ വിശക്കണു. അപ്പം കുട്ടിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖം കാണുന്ന സന്തോഷം കിട്ടാൻ ഇത്ര പണിയെടുക്കണം. പണ്ടൊരാൾക്കൊരു അസുഖം വന്നു, ചികിത്സിച്ച് മാറുന്നില്ല. അപ്പോൾ ഒരു വൈദ്യർ പറഞ്ഞു, ഒരു വിദ്യയുണ്ട്, 50 ഗ്രാം തേങ്ങാ പിണ്ണാക്ക് തിന്നണം. ഇത് മതിയോ? പലപ്പോഴും മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വില കുറഞ്ഞ മരുന്ന് വെച്ചാൽ ആരും കേൾക്കില്ല. അനുഭവമുണ്ട്. പലപ്പോഴും ഇത്തരം മരുന്നിനെ കുറിച്ച് നമ്മൾ മരുന്ന് മാത്രം പറയില്ല,
അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ കേട്ട ഉടനെ ഓ ഇതോ വേലയുടെ പോയി. ലോകത്ത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിമാനുണ്ട്. ആരാ? പേര് പറ. പേര് പറ. നമ്മുടെ നാരായണനോ? ഗോപാലൻ്റെ മകൻ നാരായണൻ. വില പോയി. ചെടികളുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഈ 50 ഗ്രാം തേങ്ങാ പിണ്ണാക്ക് തിന്നണം എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങി തിന്നല്ല. നിങ്ങളൊരു തെങ്ങിൻ തൈ വെക്കണം, നിങ്ങൾ തന്നെ നനയ്ക്കണം, അതിൻ്റെ മുകളിലുള്ള തേങ്ങ നിങ്ങൾ കയറി ഇടണം, വേറെ ആളുടെ സഹായത്തിന് വിളിക്കരുത്. നിങ്ങളത് ഉണക്കി കൊപ്പരയാക്കണം. ആ കൊപ്പര ഉണക്കിയതിന് ശേഷം നിങ്ങളത് ആട്ടണം. കൊപ്പര ആട്ടുമ്പോൾ വെളിച്ചെണ്ണ കിട്ടി. ഇപ്പുറത്ത് ബൈ പ്രൊഡക്റ്റ് മാറി നിൽക്കുന്നതാണ് പിണ്ണാക്ക്. ആ പിണ്ണാക്ക് ഭക്ഷിക്കുക. കുട്ടിയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു, മകൾക്കുള്ള ഉദ്യോഗസ്ഥയാക്കി, വീടിനൊക്കെ കൊടുത്തു, സ്വർണം ഉണ്ടാക്കി, കല്യാണം നടത്തി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോഴാൽ അച്ഛന് കിട്ടുന്നതാണ് സന്തോഷം. ഇത് ചുളിവ് കിട്ടുമോ? കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. പല അമ്മമാരും ജനവാരും കൂടെ മകൻ ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന. അത് ചുളിവ് കിട്ടുമോ? സന്തോഷം 1 കോടി ഉറുപ്പ്യ അവിടെ വെച്ചിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ എവിടുന്ന് സന്തോഷം കിട്ടണം? അവാർഡിന് എല്ലാ ചരടുവലിയും വലിച്ച് കൈക്കൂലിയും കൊടുത്തിട്ട് ഒക്കെ ചെയ്തിട്ട് അവാർഡ് സംഘടിപ്പിച്ച് സ്വീകരണം സംഘടിപ്പിച്ച് അത് വാങ്ങുമ്പോൾ കുറച്ച് പേരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ സന്തോഷം കിട്ടുമോ? ആരൊക്കെ സന്തോഷം കിട്ടണമെങ്കിലും അതിൻ്റെ പിറകിൽ ത്യാഗം ഉണ്ട്. ഞാൻ പ്രോഡമണ്ട ഓഫീസിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ചില ഗുരുക്കന്മാർ ഉപദേശിച്ചനുസരിച്ച് ഞാൻ അതിൽ നിന്ന് പോന്നു. ഹിമാലയ യാത്രയും അനവധി പേരിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുകയും കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നുള്ളൊരു പുസ്തകവും എഴുതി. എത്രയോ കൊല്ലത്തെ പണിയാണ്. ഉദ്യോഗത്തിലിരുന്നെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ ഇരിക്കെ രാത്രി ട്രെയിനിൽ പോകണം. ഇരിക്കുന്നവർ ധാരാളം പേർ ഉറങ്ങുന്നുണ്ട്. പുലർച്ച 4 മണിക്ക് ബർത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. എന്നിട്ട് ചെരുപ്പിടണം, ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരിടത്ത് ലൈറ്റ് ഇട്ടിട്ട് ഒരാൾ ഇരിക്കണം. കാരണം അയാൾ ഇറങ്ങേണ്ട സ്റ്റേഷനായി തോന്നുന്നുണ്ട്. വഴിയിലുള്ള ഏതോ സ്റ്റേഷൻ നോക്കിയാൽ മങ്ങിയ പ്രകാശത്തിൽ എന്നെ കണ്ടപ്പോൾ അളിച്ചു PR സാറല്ലേ? ഞാൻ പറഞ്ഞാണ് സാർ, കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള പുസ്തകം ഞാൻ ഇന്നലെ വായിച്ച് തീർന്നിട്ടേ ഉള്ളൂ. മനോഹരമായിട്ടുണ്ട്. ഞാൻ പലരോടും വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോട് ഞാനത് പോയി. ഈ സന്തോഷം കിട്ടണമെങ്കിൽ ഇത്രയൊക്കെ പണിയെടുക്കണം. ഒരാളെ നിർത്തിയോണ്ടോ എൻ്റെ ശമ്പളക്കാരൻ എന്നെ കണ്ടാൽ എണീറ്റ് നിൽക്കും. അതുകൊണ്ടൊന്നും അതിലൊക്കെ സന്തോഷമുണ്ട്. വളരെ ചെറിയ സന്തോഷം ആണ്. അതുകൊണ്ടാണ് എഴുതിയ കഥ പകർത്തുമ്പോൾ ഒരു മടിയും ഇല്ല. സിനിമയുടെ സംവിധായകൻ ആർട്ടിസ്റ്റ് ആയിരിക്കും കുറച്ചേ കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളതുകൊണ്ട് ആർട്ടിസ്റ്റ് നിരന്തരം ഇരുന്ന് കാണില്ല. കാരണം അയാളുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് കുറച്ചേ ഉള്ളൂ. ഡയറക്ടർ 25 തവണ കാണും, 25-ൽ അപ്പുറവും കാണും. കാരണം അയാളുടെ കംപ്ലീറ്റ് ജീവൻ അതിലുണ്ട്. ക്യാമറാമാൻ അത് വീണ്ടും വീണ്ടും കാണും. കാരണം ക്യാമറ അയാളുടെയാണ്. അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ നോക്കില്ല, അയാളുടെയാണത്. വേറൊരാളെയാണ് നമ്മൾ കാണുന്നെങ്കിലും അയാളുടെ സംഭാവന അതിലേക്ക് കുറവാണ്. അപ്പം നമ്മളുടെ സംഭാവന കുറഞ്ഞ രംഗത്തെ അഭിനന്ദനം ഉണ്ടല്ലോ, വലിയ സന്തോഷം ഉണ്ടാക്കില്ല. എത്ര വലിയ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ കുറച്ച് സന്തോഷമേ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൈക്കൂലി കിട്ടിയ കാശാണ്, പണിയെടുക്കാതെ കിട്ടിയ കാശ്. ചീപ്പിച്ച് വേറെ ആളുകൾ അവർക്ക് ആ കാശ് കൊടുത്തു. പിന്നീട് പെയിൻ്റ് അടി എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കണ്ടിട്ട് അതിന് മുമ്പിൽ നിന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുക.
നമ്മൾ അതിലേക്ക് ബുദ്ധിമുട്ടിയത് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സന്തോഷം കിട്ടണം. ഹോട്ടലിൽ നിന്ന് പാർസൽ വരുത്തിയാൽ എങ്ങനെ സന്തോഷം കിട്ടും? ഒരു സുഹൃത്ത് വരുന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ട കാരോലപ്പം ഉണ്ടാക്കാൻ വേണ്ടി 4 മണിക്ക് നമ്മൾ തന്നെ ശ്രമിച്ച് കാരോലപ്പം ഉണ്ടാക്കി. എടോ, തനിക്ക് കാരോലപ്പം വലിയ ഇഷ്ടമാണ്, എനിക്കറിയാം. എന്നിട്ട് അത് അവിടെ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം പാർസൽ വാങ്ങിയാൽ കിട്ടുമോ? കിട്ടില്ല. ഭർത്താവ് വീട്ടിൽ വന്നു, എന്താ വെച്ചാൽ കഴിച്ചോളൂ കേട്ടോ, ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിലുണ്ടെന്ന് പ്രത്യേകം പറയണോ? ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ചിലപ്പോൾ കയ്യ് വയ്യാതിരിക്കുകയായിരിക്കും, ഒരു കയ്യേ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്നിരുന്നാലും സന്തോഷം കിട്ടുന്നത്, സന്തോഷം ബൈ പ്രൊഡക്റ്റാണ്, ഒരു കർമ്മം ചെയ്യാതെ കിട്ടില്ല. എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഉറക്കൊഴിച്ചിട്ടും ബുദ്ധിമുട്ടും. ഇപ്പം എന്തിനാ നീ എഴുതണം? 60 പുസ്തകമൊക്കെ എഴുതിയില്ലേ പോരെ? 49 അവാർഡ് കിട്ടിയാൽ പോരെ? ഇനിയും വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം എന്നുള്ളത്, പണം സന്തോഷം തരും കുറച്ച്. വലിയ സന്തോഷങ്ങൾ വലിയ ത്യാഗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.